ഹലോ, എവർക്കും സ്മാർട്ട് ബേസ് ഓൺലൈനിലേക്ക് സ്വാഗതം. LGSൻ്റെ 14ാമത്തെ ക്ലാസ്സാണിന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഹൈഡ്രജനും ഓക്സിജനും പഠിക്കണം. അതിൽ നമ്മൾ ഹൈഡ്രജൻ ഫുള്ള് പഠിക്കും. ഓക്കെ, പിന്നെ ഈ രോഗങ്ങളും ബാധിക്കുന്ന അവയവങ്ങൾ, അതൊരു ചോദ്യം പ്രതീക്ഷിക്കുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ LGS, LDC, LPUP ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് ഇല്ല, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ മീറ്റാണ് പ്ലാറ്റ്ഫോം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. ഹൈഡ്രജനും ഓക്സിജനും. Jabin, please, can you give me that pen? Yes, of course. Fluorescent pen. Okay. ശരി, എടാ ആദ്യം ഹൈഡ്രജനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാകുന്ന സാധനമാണ്. ഓക്കെ, ആദ്യം ഹൈഡ്രജനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹൈഡ്രജനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കൊള്ളാം, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാം. ഓക്സിജൻ കയറ്റാൻ കൊള്ളാം. ഓക്കെ, ശരി. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയ ആരാ? ഏത് കാവൻഡിഷ്? ഹെൻറി കാവൻഡിഷ്. ഏത് വർഷം? 1766. അപ്പോൾ 1766 ഹെൻറി കാവൻഡിഷാണ് എന്ത് കണ്ടെത്തിയ പിള്ളേരെ? ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം എന്താണ്? കത്തുന്ന വായു. ഇംഗ്ലീഷ് പറഞ്ഞേ. ദ ബേണിംഗ് ഇൻഫ്ലൈമബിൾ എയർ. എന്താണ് പിള്ളേരെ? ഇൻഫ്ലൈമബിൾ എയർ. അപ്പൊ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകം നൽകിയ വിശേഷണം എന്താണ്? ഇൻഫ്ലൈമബിൾ എയർ. ഇൻഫ്ലൈമബിൾ എയർ. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്താരെന്നറിയോ? അത് ലാവോസിയൻ. ഹൈഡ്രജന് പേര് കൊടുത്താരാണ്? ലാവോസിയൻ. നമ്മുടെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായ ലാവോസിയാണ് ഹൈഡ്രജന് പേര് കൊടുത്തത്. മനസ്സിലായില്ലേ? പേര് കൊടുത്തത് ലാവോസിയാണ്. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം എന്നറിയാവോ? ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം ഹൈഡ്രോജിനസ് എന്നാണ്. എന്താണ് പിള്ളേരെ? ഹൈഡ്രോജിനസ്. ഹൈഡ്രോജിനസ് എന്ന് വെച്ചാൽ എന്താണ്? ജലം ഉണ്ടാക്കുന്നത്. എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വയം കത്തുന്ന മൂലകമാണ് ഏത്? സ്വയം കത്തുന്ന വാതകം ചോദിച്ചാലാ? രണ്ടും ഒന്ന് തന്നെയാണ്. സ്വയം കത്തുന്ന മൂലകമെന്നോ സ്വയം കത്തുന്ന വാതകമെന്നോ ചോദിച്ചാൽ ആൻസർ ഏതാണ് പിള്ളേരെ? ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അടുത്ത അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. മനസ്സിലായി? അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഒന്നാണ്. രണ്ടും എത്രയാണ്? അറ്റോമിക് നമ്പർ ചോദിച്ചാൽ ഒന്നാണ്, മാസ് നമ്പർ ചോദിച്ചാലും ഒന്നാണ്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. നിരോക്സീകരണം വെച്ചാൽ എന്താണ്? ഓക്സിജൻ വിട്ടുകൊടുക്കുന്നതാണ് ഏത്? നിരോക്സീകരണം. അപ്പോൾ ഓക്സിജൻ വിട്ടുകൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്ന ഏതിനെയാണ്? ഹൈഡ്രജൻ. കേട്ടോ. അപ്പോൾ നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഒട്ടുമിക്ക എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകമാണ് ഏത്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ ആറ്റം. ഒരു ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ത്? ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമല്ലേ? തുല്യമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ എണ്ണത്തിന് എന്ത് പറയുന്നത്? അറ്റോമിക് നമ്പർ. ഓക്കെ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണെന്ത്? മാസ് നമ്പർ. മനസ്സിലായില്ലേ? അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുന്നേ? പറഞ്ഞേ. അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് ലെറ്റർ കൊണ്ടാണ്? Z. ഏതാണ്? ഈ Z. ഓക്കെ ആണല്ലോ. ഇനി ഒരു ആറ്റത്തിലെ ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും സം, അത് രണ്ടും കൂട്ടുമ്പോൾ ഉള്ള തുകയാണ് എന്ത്? മാസ് നമ്പർ. മനസ്സിലായി? അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എത്ര ഇത് കാണും? എത്ര പ്രോട്ടോൺ കാണും? ഒന്ന്. ഒരു ഇലക്ട്രോൺ വെച്ചാൽ ഒരു പ്രോട്ടോൺ. രണ്ടും തുല്യമല്ലേ? ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. കേട്ടോ. ഓക്കെ, ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന ലവ ഉറങ്ങണേടാ. മറ്റേ 3 കുരങ്ങന്മാർ ഒരു കുരങ്ങ് ഇരിക്കുമല്ലോ, മറ്റേ ചെവി ഒത്തിരിക്കുന്ന കുരങ്ങ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റില്ലേ 3 കുരങ്ങന്മാരല്ലേ? ഞാനൊന്നും കാണുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല, എനിക്കൊന്നും പറയാനുമില്ല. മനസ്സിലായേ? 3 കുരങ്ങന്മാർ കണ്ടിട്ടില്ലേ? ഓക്കെ, അതിൽ ഈ കേൾക്കുന്നില്ല കുരങ്ങന്മാർ കണ്ടിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇരുന്നത്. നിനക്കൊന്നും കേൾക്കണ്ടേ അത്? ഓക്കെ, ശരി. പ്രപഞ്ചത്തിൽ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർക്കാൻ പറ്റുമല്ലോ. ശരി, ഒന്ന് ഞാൻ നേരെ എഴുതുന്നു. സൂര്യ ഒന്ന് പൗസ് ഇട്ടേ. പറടാ.
ആവർത്തന പട്ടികയിൽ എത്രാമത്തെ മൂലകം? ആദ്യത്തെ മൂലകം. ഹൈഡ്രജൻ കണ്ടെത്തിയ ആരാ? ഹെൻറി കാവൻഡിഷ്. ഏത് വർഷം? 1866. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകം നൽകിയ വിശേഷണം എന്താ? കത്നവായു, ഇൻഫ്ലൈമബിൾ എയർ. ഓക്കെ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാ? ലാവോസിയ. ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം എന്താ? ഹൈഡ്രോജൻസ് അല്ലെങ്കിൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. സ്വയം കത്തുന്ന മൂലകം അല്ലെങ്കിൽ വാതകം ഹൈഡ്രജൻ. അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കുന്നത് ഹൈഡ്രജനെ. ഓക്കെ. അടുത്ത എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റം. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. മനസ്സിലായ? പിന്നെ ഞാൻ പറഞ്ഞു ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഓക്കെ. ഈ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെ പറയുന്ന പേരെന്താടാ? അറ്റോമിക് നമ്പർ. അതുപോലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? മാസ് നമ്പർ. എന്താണ്? മാസ് നമ്പർ. മാസ് നമ്പരും പ്രോട്ടോണിന്റെ എണ്ണം തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അറ്റോമിക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രോട്ടോണിന്റെ എണ്ണം കിട്ടി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ആയാടാ? ആയി. പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? അതാണ് അറ്റോമിക് നമ്പർ. ഞാൻ ചോദിച്ചത് പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി ഈ മാസ് നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ന്യൂട്രോണിന്റെ എണ്ണം തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോട്ടോണിന്റെ നമ്പർ എടുത്തിട്ട് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യും? ചോദിക്കും. നിനക്ക് മനസ്സിലായ? കുഞ്ഞേ, നീ കുഞ്ഞായോണ്ടാണ് നിനക്ക് പ്രശ്നം കേട്ടാ. നിന്റെ മൈൻഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പറവയെ പോലെ അല്ലേ? ഓക്കെ. ഇങ്ങോട്ട് നോക്കിയോ. ഒരാറ്റത്തിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നുള്ള 3 കണങ്ങളുണ്ട്. ഓക്കെ. ഇതിൽ ഈ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ. മനസ്സിലായില്ലേ? തുല്യമായിരിക്കും. ഈ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണത്തെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. എന്താണ്? അറ്റോമിക് നമ്പർ. ഇത് നമ്മൾ ഏതൊന്ന് സൂചിപ്പിക്കും? Z കൊണ്ട് സൂചിപ്പിക്കും. തെറ്റാണേ. ഇനി ഈ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടുന്നതാണ് എന്ത്? മാസ് നമ്പർ. ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് A കൊണ്ടാണ്. ഏതുകൊണ്ടാണ്? A കൊണ്ട്. മനസ്സിലായില്ല? ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുക, ഇപ്പം മാസ് നമ്പർ തന്നിട്ടുണ്ട്, ന്യൂട്രോണിന്റെ എണ്ണവും തന്നിട്ടുണ്ട്, നമുക്ക് അത് വെച്ചുകൊണ്ട് ഈ പ്രോട്ടോണിന്റെ എണ്ണം കണ്ടുപിടിച്ചുകൂടെ? എടാ, ഇത് രണ്ടും കൂട്ടുമ്പോൾ അല്ലേ മാസ് നമ്പർ കിട്ടണത്. മാസ് നമ്പറിൽ നിന്ന് ന്യൂട്രോണിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം കിട്ടൂലേ? കിട്ടും. അതിലൂടെ പറഞ്ഞത്. പ്രോട്ടോണിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടൂലേ? അതെങ്ങനെ കിട്ടും? തുല്യ. മനസ്സിലായ? ഇപ്പോൾ ടോണി സ്റ്റാർക്കിനെ പോലെ നീ ഇപ്പം ഫിസിക്സിൽ നീ ഒരു എന്തായിട്ടുണ്ട്? മിടുക്കനായിട്ടുണ്ട്. ഇത്രേ ഉള്ള ഫിസിക്സ്. ഫിസിക്സ് അല്ല, കെമിസ്ട്രി. വിഷയത്തിന് പേര് മാറിപ്പോയി. ഓക്കെ. ശരി, ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്ര നമ്മൾ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതെന്നറിയോ? സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശനി. സാന്ദ്രത കൂടിയ ഗ്രഹം ചോദിച്ചാൽ ഭൂമിയും, സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ചോദിച്ചാൽ ഏതാണ്? ശനിയുമാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ജലവും ഏതിന് പ്രവർത്തിക്കുമ്പോൾ പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. മനസ്സിലായി? ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ അറിയോ? സോഡിയം പൊട്ടാസ്യം എന്താ പ്രത്യേകത? മൃദു ലോഹങ്ങളാണ്. എന്തിൽ സൂക്ഷിക്കുന്നു? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. അത് ഓർത്ത് വെച്ചാണ് നമ്മൾ പഠിക്കും ലോഹങ്ങളെ ഭാഗത്ത്. അടുത്ത്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാ മോനെ? തന്നെടാ. അപ്പൊ ആൻസർ ഏതാ? ഹൈഡ്രജൻ. ഓക്കെ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. എത്തിയോ കിട്ടിയാലും പറ, ഇവിടെ ഫണ്ടിരിക്കുകയല്ലേ. ഓക്കെ. ഈ ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാണ്? ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാണ്? ഹൈഡ്രജൻ ഒരു ഇൻട്രോവെർട്ടാണ്. ഹൈഡ്രജൻ ആരുമായിട്ട് എന്തും ചെയ്തില്ല, ചെയ്തില്ല. ഹൈഡ്രജൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നില്ല. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെ. ജാമിനെ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജൻ. എല്ലാം സെറ്റാണ്. ഓക്കെ. അടുത്ത്, ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം ലഭിക്കും. അത് ഏതാണ്? ഹൈഡ്രജൻ. ചോദ്യം പറ.
ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവില്ല. ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. എന്തെന്ന് പറഞ്ഞു? ഞാൻ ഉള്ളു കേട്ടില്ല. ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. ഓക്കെ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. എന്ത് നിർമ്മാണത്തിന്? വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. അപ്പൊ ഈ 3 എണ്ണം പഠിച്ച് 3 എണ്ണം പറയടാ. നീ പറ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നി നീ അതായിരിക്കും ആദ്യം പറയാൻ പോണത്. പിന്നെ സൾഫ്യൂരിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന വാതകം. പിന്നെ പറഞ്ഞത് ഒരിക്കലും പെടാത്തത് നേരത്തെ ഇപ്പൊ പറഞ്ഞത് ആസിഡ് ലോഹം തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്ത്, സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വനസ്പതി ഉണ്ടാക്കുന്നത്. അപ്പൊ വനസ്പതി എങ്ങനെ ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ വാതകം കടത്തിവിട്ട്. അപ്പൊ സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് എന്തുണ്ടാകുന്നത്? വനസ്പതി ഉണ്ടാകുന്നത്. ഓക്കെ, നിനക്ക് ഒരു ആസിഫലിയൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ നോക്കുമ്പോ ഉണ്ട്. അല്ല, ഞാൻ പെട്ടെന്ന് സൈഡിൽ നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ തോന്നിയായിരുന്നു. ഓക്കെ, ചിലപ്പോ നിനക്കും തോന്നാറില്ലേ? ഓക്കെ, ശരി. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. കാലാവസ്ഥാ ബലൂൺ ചോദിച്ചാൽ ഹീലിയം പറഞ്ഞോണം കേട്ടോ. കാലാവസ്ഥാ ബലൂണുകൾ ഏതാണ്? ഹീലിയമാണ് കേട്ടോ. കാലാവസ്ഥ. കാരണം എന്താണ്? ഹീലിയം പെട്ടെന്ന് കത്തത്തില്ല, ഇത് എന്ത് ചെയ്യും? പെട്ടെന്ന് കത്തും കേട്ടോ. അപ്പൊ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂൺ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എന്നാൽ കാലാവസ്ഥാ ബലൂണുകൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹീലിയമാണ്. ഓക്കെ. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. എത്ര ഐസോടോപ്പ് ഉണ്ട് ഹൈഡ്രജന്? 3. അങ്ങനെയെങ്കിൽ പറ, ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത് ആർക്കാണ്? ടിന്നിനാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം ചോദിച്ചാൽ ടിന്ന്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ടിന്ന്. ഐസോടോപ്പ് എന്നാൽ പഠിപ്പിച്ചു, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് എന്ത്? ഐസോടോപ്പ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത് ടിന്നിനും ഏറ്റവും കുറവ് ഐസോടോപ്പ് ആക്കാം ഹൈഡ്രജൻ. ഓക്കെ, ശരി. അടുത്ത, ഇത്രയും മനസ്സിലായല്ലോ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ 3 എണ്ണം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഓക്കെ, ഇതില് പ്രോട്ടിയത്തില് കൂടുതൽ പറയണമെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. പ്രോട്ടിയത്തില് ഏറ്റവും ലഘുവായത് പ്രോട്ടിയമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്നത് പ്രോട്ടിയമാണ്. അത് ഒരു പ്രോട്ടോണ്, ഒരു പ്രോട്ടോണ്, ഒരു ഇലക്ട്രോണ്, എത്ര ന്യൂട്രോണ്? ന്യൂട്രോൺ ഇല്ല. പ്രോട്ടിയത്തിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. ഒരു പ്രോട്ടോണ്, ഒരു ന്യൂട്രോണ്, ന്യൂട്രോൺ ഇല്ല. ഓക്കെ, അത് ഡ്യൂട്ടീരിയത്തിൽ ഒരു പ്രോട്ടോണ്, എത്ര ഇലക്ട്രോൺ ഉണ്ടാ? ഒരു പ്രോട്ടോണ്, അപ്പൊ എത്ര ഇലക്ട്രോണ്? 1. എങ്ങനെയാണല്ലോ പറ. എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ്? ഇത് എന്നോട് തന്നെയാടാ. ഓക്കെ, അപ്പൊ ഒരു പ്രോട്ടോണ്, ഒരു ഇലക്ട്രോണ്, ഒരു ന്യൂട്രോൺ. ഡ്യൂട്ടീരിയത്തിൽ ഒരു ന്യൂട്രോൺ കൂടെ ഉണ്ട്. മനസ്സിലായ? ഓക്കെ. ട്രിഷിയത്തില് ഒരു പ്രോട്ടോണ്, അപ്പൊ എത്ര ഇലക്ട്രോൺ? എങ്ങനെ? തുല്യമാണ്. ഓക്കെ, ഒരു പ്രോട്ടോണ്, ഒരു ഇലക്ട്രോണ്, 2 ന്യൂട്രോൺ. മനസ്സിലായില്ല? 2 ന്യൂട്രോൺ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം ആകുമ്പോഴ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ന്യൂട്രോണും ഇല്ല. ഓക്കെ. ഡ്യൂട്ടീരിയം ആകുമ്പോഴ് 3 പോലെണ്ണം. പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1, ന്യൂട്രോൺ 1. ഓക്കെ. ട്രിഷിയത്തില് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും 2 ന്യൂട്രോണും. ഓക്കെ. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഏത്? ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെ. സാധാരണ ഹൈഡ്രജൻ ഇവിടേക്കുള്ള ഏതാണ്? പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ ഏതാണ്? പ്രോട്ടിയമാണ്. പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാ? പ്രോട്ടിയം. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടിയം. മുസ്ലിം ശ്രദ്ധിക്കുന്നുണ്ടാ?
ചോദ്യം വരും കേട്ടോ. ഓക്കെ, ശരി. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ. ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. ഏതാണ് ഡ്യൂട്ടീരിയം, ട്രിഷ്യം? ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാണെന്നറിയോ? എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലറാണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. മനസ്സിലായി? ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ടെല്ലറാണ്. ഓക്കെ, ആറ്റം ബോംബിന്റെ പിതാവ് ആരാ? ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമറും ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലറുമാണ് കേട്ടോ. എഡ്വേർഡ് ടെല്ലറുമാണ്. ഓക്കെ, മനസ്സിലായി ഇത്രയും? ശരി, ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാ? ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ഏത്? ട്രിഷ്യം കേട്ടോ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യം. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ് ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും കേട്ടോ. ഏതാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും. ഓക്കെ, അടുത്ത് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ഹൈസൻബർഗ്. അതൊന്നെത്തി ഹൈസൻബർഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ തുടക്കം മുതൽ ഇപ്പോൾ ഹൈഡ്രജൻ കണ്ടെത്തിയ പോയിന്റ് തൊട്ട് ഈ പഠിപ്പിച്ച വരെയുള്ള കാര്യങ്ങൾ വാച്ച് നോക്കണ്ട. കുറച്ച് കഴിഞ്ഞ സമയം ക്ലാസ് കഴിയത്തുള്ളൂ കേട്ടാ. വാച്ച് നോക്കിയില്ലേ? ചെറുതായിട്ട്. എന്തിനാ നോക്കിയത്? ആർക്കോ എന്തോ മെസ്സേജൊക്കെ അയക്കാനുണ്ട് അല്ലേ? പ്രായത്തിൻ്റെ ഓരോ തിളപ്പുകളെ. ഓക്കെ, പോസിറ്റോ. കുറേയൊക്കെ ഉത്തരം ഹൈഡ്രജൻ എന്നായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ കണ്ടെത്തിയത് ഏത് വർഷം? 1766. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം? കത്തുന്ന വായു. ഓക്കെ, ഹൈഡ്രജൻ എന്ന പേര് നൽകിയത്? ലാവോസിയ. ഓക്കെ, ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം എന്താ മുസിനെ? അതിൻ്റെ മലയാളം പറ. ഊർജം. ഒരു കല്ലും കിടത്താം. കുറച്ച് താവൂക്ക ചുടിയുള്ള പറക്കി വെച്ചിട്ടുണ്ട്. തെറ്റുകളാണ് എറിഞ്ഞ കൊന്നേക്കാം നമുക്ക്. ഇത്രയും പഠിപ്പിച്ചെടുത്ത് ഊർജത്തോണ്ട് ആയ പറയാം ഇവിടെ. ഓക്കെ, അവിടെ ജിതി പറ. എത്ര ഇലക്ട്രോൺ ഉണ്ട്? അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ എണ്ണത്തെ എന്തെന്ന് പറയും? ഓക്കെ, അപ്പൊ എന്താണ് മാസ് നമ്പർ? തുക. ഓക്കെ, ശരി. സുമനെ, ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാണ്? ഒരു ഗ്രൂപ്പിൽ പെടുന്നില്ല. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാ? ഏറ്റവും കുറഞ്ഞത്? ഓക്കെ, സാന്ദ്രത കുറഞ്ഞ മൂലകം? ഹൈഡ്രജൻ. സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് കേട്ടോ. പെയിൻ. ഈ ഒരു സാധനം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഏത് സാധനം? വനസ്പതി എങ്ങനെ ഉണ്ടാക്കുന്നത്? സസ്യ ഹൈഡ്രജൻ നടത്തിയിടും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഏത് മൂലകത്തിനാണ്? ഏറ്റവും കുറവ് ഹൈഡ്രജൻ. എത്ര ഐസോടോപ്പ് ഉണ്ട്? 3 ഏതൊക്കെയാ? പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, പ്രോട്ടീനിൽ എത്ര ഇലക്ട്രോൺ? ഇലക്ട്രോണ് 1. പ്രോട്ടോൺ എത്ര? 1. ന്യൂട്രോൺ? ഇല്ല. ഓക്കെ, ഡ്യൂട്ടീരിയത്തിൽ? 1 ന്യൂട്രോൺ. ഒരു ന്യൂട്രോൺ, ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ. ട്രിഷ്യം. ഇതില് 2 ന്യൂട്രോൺ, 1 പ്രോട്ടോൺ, 1 ഇലക്ട്രോൺ. പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, സാധാരണ ഹൈഡ്രജൻ ഏതാ? ഇവിടെ കൊണ്ടെടുത്തു ഞാൻ കേട്ടാ. ഓക്കെ, സുലഭമായി ലഭിക്കുന്ന ഏതാ? പറയടാ. യമനെ നീ വൈകുന്നേരം വെള്ളം ഒന്നും പറഞ്ഞ് മാറാൻ വെള്ളം കുടിച്ചാ നീ? ചോദ്യമായി ഒരു ബന്ധം ഇവിടുത്തെ ഇന്നത്തെ സംസ്ഥാനത്ത് ഒരു ബന്ധമില്ലെന്നാണ് പറയണത്. ഈ ഹൈഡ്രജൻ ഐസോടോപ്പാണ് ചോദിക്കുന്നത്. ഏറ്റവും സുലഭമായ ഏറ്റവും സാധാരണ ഹൈഡ്രജൻ ഏതാണ്? നീ പഴയതായിരുന്നു. എടാ പറടാ, ഏതാ? പ്രോട്ടിയം. റേഡിയോ ആക്റ്റീവ് ഏതാണ്? ട്രിഷ്യം. ഓക്കെ, സുവിനെ ഹൈഡ്രജൻ ബോംബിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാ? എഡ്വേർഡ് ടെല്ലർ. ഓക്കെ, ആറ്റം ബോംബിന്റെ പിതാവ് ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. ഓക്കെ, ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ? ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും. ഹൈഡ്രജന്റെ രൂപാന്തരം കണ്ടെത്തിയത്? ഹൈസൻബർഗ്. ഈ ഹൈസൻബർഗ് വേറെ എവിടെ നമ്മൾ പഠിക്കുന്നില്ല. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സൂപ്പറാ. എടാ പൗസ് ചെയ്തണ്ട, വെള്ളം തായ്ക്കണ്ട. എടാ, തുറന്ന പുസ്തകം ഇംഗ്ലീഷ് എന്തെന്ന് പറയും?
ഓപ്പൺ ബുക്ക്. ഇംഗ്ലീഷൊക്കെ ഒന്നും എടുക്കാൻ വേണ്ട. ഓപ്പൺ ബുക്ക്. ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാ? ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഒരു തുറന്ന പുസ്തകം പോലെയാണ് നിന്റെ മനസ്സെന്ന് ഞാൻ പറഞ്ഞ് സമ്മതിക്കുമോ? പുസ്തകം അല്ല, അല്ല, അടഞ്ഞ പുസ്തകമാണ്. ബൈൻഡില്ലാത്ത. ജോബിന് എങ്ങനെയാണ്? ഇനിയും എഴുതാൻ ധാരാളം പേജുകളുള്ള ഒരു പുസ്തകം. സാഹിത്യപരമായി എങ്ങനെ പറയാം. ഓക്കെ, ശരി. അപ്പൊ ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓർത്തോ ചോദിക്കും. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. കേട്ടോ. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഏതാണ് പിള്ളേരെ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പൊ ആ 3 കാര്യങ്ങൾ, ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വെച്ചാൽ H2O2. അതായത് H2O എന്താണ്? ജലം. H2O എന്താണ്? ജലം. ഓക്കെ, ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്നാണ് ജലത്തിന്റെ ശാസ്ത്രീയ നാമം. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് H2O2. മോനെ ശ്രദ്ധിക്കാൻ ഇങ്ങോട്ട്. H2O2. നീ ക്ലാസ്സിൽ കയറ്. H2O2. ഓക്കെ, ആ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ച് 3 പോയിന്റ് എന്തൊക്കെയാണ്? തുറന്ന പുസ്തകത്തിന്റെ ആകൃതി, ബ്ലീച്ചിങ് ഏജന്റ്, പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അടുത്ത് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് തീന്നറ നീ പറയണ്ടോ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ്? സ്ഫോടന സാധ്യത. കേട്ടോ, മനസ്സിലായി? ഇത് കത്തുന്ന ഒന്ന് ബോസ്. ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാനുള്ള കാരണം സ്ഫോടന സാധ്യത. നിന്ന് കത്തും. കേട്ടാ, അത് ഓർത്ത് വെച്ച് വേണം. ഓക്കെ, ശരി. കനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. ഓക്കെ, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം എന്തുമായി പ്രവർത്തിക്കും? ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഏത്? കനജലം അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്. D2O. ഓക്കെ, ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ആര്? ഡ്യൂട്ടീരിയം. ആരുമായി പ്രവർത്തിക്കും? കുപ്പിയുടെ തലയിരിക്കും. കേട്ടാ, എന്തുമായി പ്രവർത്തിച്ചിട്ട്? ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഏത്? ഖനജലം അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഓക്കെ, പ്രകൃതിദത്ത ജലത്തിൽ 1/6000 എന്തായിരിക്കും? ഖനജലമായിരിക്കും. കേട്ടോ, പ്രകൃതിദത്ത ജലത്തിൽ 1/6000 എന്തായിരിക്കും? ഖനജലം. ഇനി ഈ പറയണ ശ്രദ്ധിച്ച് കേട്ടോ വേണം. ഓക്കെ, ശരി. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ആരെയാണ്? ഡ്യൂട്ടീരിയം. കനജലം. മനസ്സിലായ? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ആരെയാണ്? കനജലത്തെയാണ്. ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആരെയാണ്? കനജലത്തെ കുറിച്ചാണ് പറയണത്. ഡ്യൂട്ടീരിയം എന്ന ഐസോട്ടോപ്പ് ഉണ്ടല്ലോ, ആ ഐസോട്ടോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? കനജലത്തെയാണ്. ഓക്കെ, അടുത്ത് രാസപ്രവർത്തനങ്ങളിൽ ട്രേസറായി ഉപയോഗിക്കുന്ന ആരെയാണ്? കനജലം. ഏതാണ്? കനജലം. ഓക്കെ, ഖന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ധനം. ഉമ്മനെ അടിച്ചു കൊല്ലും കേട്ടോ ഇമ്മ. ഓക്കെ, ഖന ഹൈഡ്രജൻ അറിയപ്പെടുന്നത് ഏതാണ്? ഡ്യൂട്ടീരിയം. നിങ്ങളെ ഈ സ്പ്രൈറ്റ് കുടിച്ചാണ് വിഷയം. അതെ, സ്പ്രൈറ്റിന് ഞാൻ നെഗറ്റീവ് പറയണമെന്നല്ല. ഇത്ര തന്നെ നമ്മൾ കുഴപ്പമില്ല. വെള്ളത്താച്ചിട്ട് ഓരോ പീസ് സ്പ്രൈറ്റ് വാങ്ങിച്ച് കുടിച്ചു. നീ വെള്ളം മിക്സ് ചെയ്ത് കൊണ്ടുവന്നാടേ. ജോബിന് എന്ത് ചോദിച്ചാലും ഡ്യൂട്ടീരിയം. ലാസ്റ്റ് ഡ്യൂട്ടീരിയം പറയേണ്ട അടുത്ത് കനജലം. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഒന്നര കനജലം പറഞ്ഞു നോക്കാം. ഹെവി വാട്ടർ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ആരുമായി പ്രവർത്തിച്ച്? ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഏത്? ഖനജലം അല്ലെങ്കിൽ D2O. പ്രകൃതിദത്ത ജലത്തിൽ 1/6000 ഏതായിരിക്കും? കനജലമായിരിക്കും. കനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നറിയോ? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കാൻ, ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിന്റെ നിർമ്മാണത്തിന്, രാസപ്രവർത്തനങ്ങളിൽ എന്തായി ഉപയോഗിക്കാൻ? ട്രേസറായി ഉപയോഗിക്കാൻ. ഓക്കെ, ഖന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഡ്യൂട്ടീരിയത്തെയാണ്. ഖന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ് പിള്ളേരെ? ഡ്യൂട്ടീരിയത്തെയാണ്. ഓക്കെ, രാസനാമങ്ങൾ. ജലത്തിന്റെ രാസനാമമാണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. അതാണ് പിള്ളേരെ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ഖനജലത്തിൻ്റെത് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അത്രയുമാണ് ഹൈഡ്രജനെ കുറിച്ച് ഈ ഒരു പോർഷനിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ.
മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ. കത്തുന്ന വാതകം ഹൈഡ്രജനും, കത്താൻ സഹായിക്കുന്നത് ഓക്സിജനും, നിയന്ത്രിക്കുന്നത് നൈട്രജനും, കത്തിലണയ്ക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. നമുക്ക് ഇനി അടുത്ത് ഓക്സിജനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഓക്സിജനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഓക്സിജൻ പഠിക്കണം, പിന്നെ വീട്ടിൽ പോകണം, അനിമലിൻ്റെ ബാക്കി കാണണം. 4 ദിവസമായി തുടങ്ങിയിട്ട് തീരടില്ലടേ അത്. ഞാൻ അടിച്ചു 3 മണിക്കൂർ. ഓക്കെ, മെനിഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം തലച്ചോറ്. ഓക്കെ, മെനിഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? തലച്ചോറ്. അപസ്മാരം നാഡീവ്യവസ്ഥ. പേവിഷബാധ നാഡീവ്യവസ്ഥ. അൾഷിമേഴ്സ് നാഡീവ്യവസ്ഥ. പാർക്കിൻസൺസ് നാഡീവ്യവസ്ഥ. പോളിയോമൈലൈറ്റിസ് നാഡീവ്യവസ്ഥ. കുഷ്ഠം നാഡീവ്യവസ്ഥ. ഓക്കെ, പാരാലിസിസ് ഇതെല്ലാം നാഡീവ്യവസ്ഥ. അപ്പോൾ എന്നിട്ട് പറഞ്ഞുതരാം. അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്. പറ. അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്. ഓക്കെ, പാർക്കിൻസൺസ്, പോളിയോ, പാരാലിസിസ്, കുഷ്ഠം. ഓക്കെ, ഇതെല്ലാം 7 രോഗങ്ങൾ ബാധിക്കുന്ന ഏത് അവയവത്തെയാണ്? തലച്ചോറ്. കേട്ടോ. ഓക്കെ, പറ. എടാ, അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്. ഓക്കെ, പാർക്കിൻസൺസ്, പോളിയോ, പാരാലിസിസ്, കുഷ്ഠം. ഇതെല്ലാം ബാധിക്കുന്ന ഏതിനെയാ? നാഡീവ്യവസ്ഥ. ഓക്കെ, അടുത്ത് ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നത്. അത് നമുക്ക് നാഡീവ്യവസ്ഥയിൽ തന്നെ 2 എണ്ണം ഉണ്ട്. CNS ഉണ്ട്, PNS ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഇത് ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നത് നാഡീവ്യവസ്ഥ. ഇവിടെ നോക്കണ്ട, ഇവിടെ അല്ല ബാധിക്കുന്നത്. ഇവിടെ നാഡീവ്യവസ്ഥയിൽ തന്നെ ഏതിനാണ്? ഇവിടെ ബുക്ക് ഇടുന്നല്ലേ, CNS-നെയാണ്. അതായത് കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. അപ്പൊ ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്ന എവിടെയാണ് പിള്ളേരെ? പറ. കേന്ദ്ര നാഡീവ്യവസ്ഥ. പറയടാ, കേന്ദ്ര നാഡീവ്യവസ്ഥ. എയ്ഡ്സ് രോഗപ്രതിരോധ ശേഷി. കേട്ടോ, രോഗപ്രതിരോധ ശേഷി. ഓക്കെ, മുണ്ടിനീര് തൈറോയിഡാ. ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്രന്ഥി. എന്താണ് പരോട്ടിഡ് ഗ്രന്ഥി? കേട്ടോ, അപ്പൊ മുണ്ടിനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയാണ്. കേട്ടോ, മുണ്ടിനീര് ബാധിക്കുന്നത് എന്തിനെയാണ്? പരോട്ടിഡ് ഗ്രന്ഥിയാണ്. ഓക്കെ, അടുത്ത മലേറിയ രോഗം ബാധിക്കുന്നത് കരളിനെ ബാധിക്കും. കരളിനേക്കാൾ ഇമ്പോർട്ടൻ്റ് വേറെ ഒന്നാണ്. എഴുതിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു അവയവമുണ്ട്, പ്ലീഹ. കേട്ടോ, ഈ മലേറിയ രോഗമൊക്കെ ഒരുപാട് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കേട്ടോ, മലേറിയ രോഗം ബാധിക്കുന്നത് പ്ലീഹയാണ്. അതിനാണ് പ്ലീഹ. കരളിനെ ബാധിക്കും, പ്ലീഹയെ ബാധിക്കും. അതിനൊക്കെ ബാധിക്കും, കരളിനെ ബാധിക്കും, പ്ലീഹയെ ബാധിക്കും. ഓക്കെ, അടുത്ത് ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത്. ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് നമ്മുടെ കഴുത്തിൽ ടോൺസിൽ ഗ്രന്ഥി. ഇന്ന് മറ്റേ അനലക്ഷ്മി പറഞ്ഞത് ഓർമ്മയുണ്ട? അവർക്ക് ടോൺസിലൈറ്റിസ് കേട്ടില്ലല്ലേ? അവർക്ക് ടോൺസിലൈറ്റിസ് എന്നാണ് പറഞ്ഞത്. അത് തൊണ്ടയിൽ ടോൺസിൽ ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ടോൺസിലൈറ്റിസ്. കേട്ടോ, ടോൺസിലൈറ്റിസ്. അപ്പോൾ ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ഏത് ഗ്രന്ഥി? പറ. ടോൺസിൽ ഗ്രന്ഥി. ഓക്കെ, ഗോയിറ്റർ പറയടാ. ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. ഓക്കെ, അടുത്ത് ഡിഫ്തീരിയ ബാധിക്കുന്നത്. ഡിഫ്തീരിയ മലയാളം തന്നെ തൊണ്ടാമുള്ളതാണ്. അപ്പം ഡിഫ്തീരിയ ബാധിക്കുന്നത് എവിടെയാണ്? തൊണ്ടയിലാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഇന്നലെ മറ്റേ ശ്വാസകോശം നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, സിലിക്കോസിസ്, ക്ഷയം, സാഴ്സ്, കോവിഡ് ഇതെല്ലാം ബാധിക്കുന്നത് ഏതിനെയാണ്? ശ്വാസകോശത്തിന്. നമ്മൾ പഠിച്ചു. കേട്ടോ, ഏതൊക്കെയാണ്? ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, സിലിക്കോസിസ്, ക്ഷയം, കോവിഡ്, സാഴ്സ് ഇതെല്ലാം ബാധിക്കുന്നത് ഏതിനെയാണ്? ശ്വാസകോശം. ടൈഫോയിഡ് ബാധിക്കുന്നത് ചെറുകുടൽ. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസും സിറോസിസും ബാധിക്കുന്നത് കരൾ. ഹെപ്പറ്റൈറ്റിസും സിറോസിസും നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതന്നെ. ഹെപ്പറ്റൈറ്റിസും സിറോസിസും ബാധിക്കുന്നത് കരളിനെയാണ്. ഓക്കെ, സോറിയാസിസ് ത്വക്കിനെയാണ്. എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞില്ലടാ, ശ്വാസകോശത്ത് പറഞ്ഞില്ലടാ, നീയാണ് പറഞ്ഞത്. അടുത്തിരിക്കുന്നവനെ പിടിക്കൂടാ അത്. ഇങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കിയാണ് ഊതക്കാം ഇതിന് പിടിച്ച്. സോറിയാസിസ്. അടുത്ത് എക്സിമ മെലനോമ, ത്വക്ക്. ഓക്കെ, എക്സിമ മെലനോമ, ത്വക്ക്. പയോറിയ രോഗം ബാധിക്കുന്നത് മോണയാണ്. കേട്ടോ, പയോറിയ രോഗം ബാധിക്കുന്നതിനെയാണ് മോണ. ഓക്കെ, ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസും ഏതാണ്? മോണ. ഓക്കെ, ജിഞ്ചിവൈറ്റിസും മോണ. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ടൈഫോയിഡ്. ഓക്കെ, ശരി. അപ്പം പിള്ളേരെ ഒന്നിട്ട് നമുക്ക് നോക്കാം. മെനിഞ്ചൈറ്റിസ് അറിയാം,
തലച്ചോറ്. തലച്ചോറ്. ഓക്കെ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത് അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, പോളിയോ, പാരാലിസിസ്, കുഷ്ഠം, ഇതെല്ലാം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥ. അടുത്ത നമ്മൾ പിന്നെ കേന്ദ്ര നാഡീവ്യവസ്ഥ പറഞ്ഞു. ഹണ്ടിങ്ടൺ ഡിസീസ് ആണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ഓക്കെ. രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നതാണ് ഏത്? എയ്ഡ്സ്. ഓക്കെ. പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത് മുണ്ടിനീരാണ് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത് കേട്ടോ. ഓക്കെ. പ്ലീഹ, കരൾ, മലേറിയ. ഓക്കെ. ടോൺസിൽ ഗ്രന്ഥി, ടോൺസിലൈറ്റിസ്. തൈറോയിഡ് ഗ്രന്ഥി, ഗോയിറ്റർ. തൊണ്ടയെ ബാധിക്കുന്ന ഡിഫ്തീരിയ. ശ്വാസകോശത്തെ പറയണം. ബ്രോങ്കൈറ്റിസ്, എംബിസീമ, ക്ഷയം, സാൾസ്, കോവിഡ്, സിലിക്കോസിസ്. ഓക്കെ. ശരി. അടുത്ത് കുടലിനെ ബാധിക്കുന്നത് ടൈഫോയിഡ്. കരളിനെ ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസും സോറിയാസ്. കരളിലാണ് സോറിയാസിസ് ബാധിക്കുന്നത്, സിറോസിസ്. ഓക്കെ. അടുത്ത് ത്വക്കിനെ ബാധിക്കുന്ന 3 പറഞ്ഞു. സോറിയാസിസ്, എക്സിമ, മെലനോമ. ഓക്കെ. മോണെ ബാധിക്കുന്നത് പയോറിയയും ജിഞ്ചിവൈറ്റിസും. ഓക്കെ. ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ അത്രയത്തോടെ നമ്മൾ മതിയാക്കിയാൽ നമുക്ക് നാളെ ഏത് പഠിക്കാം? നാളെ ഇന്ന് വൈകുന്നേരം വരും എൻ്റെ വീഡിയോ. ഇവിടെ ഇത് രാവിലെ പോകും വീഡിയോ. കുഴപ്പമില്ലല്ലേ? നീ ഉണ്ടെന്ന് ഞാൻ എടുക്കും കേട്ടോ. ഓക്കെ. ശരി. അപ്പോൾ ഓക്സിജൻ ക്ലാസ് വൈകുന്നേരം വരും കേട്ടോ. പഠിച്ചോണ്ടോ പിള്ളേരെ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റുകളും രോഗങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ ഈ രോഗങ്ങൾ പകരുന്ന മാർഗം പഠിക്കാനുണ്ട്. വായു, ജലം. ഓക്കെ. അതൊക്കെ കോഡുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇന്ന് ഏൽപ്പിക്കുകയാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ കോഡ് നീ കൊണ്ടുവരണം. ഓക്കെ. ജലത്തിലൂടെ അവൻ കൊണ്ടുവന്നോളൂ. അപ്പം നിങ്ങൾ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വേണം. എൻ്റെ പഴയ നോട്ടെടുത്ത് നോക്കിയാൽ അതിലുണ്ട്. ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ടോ സാധനം? ഓക്കെ. അപ്പം നാളെ നമുക്ക് അത് പഠിക്കാം. ഓക്കെ. ശരി. അപ്പം ടാറ്റ ബൈ. ദേവരെ കൊണ്ടാ ടാറ്റ പറഞ്ഞ നീ ഒറിജിനൽ ദേവരെ കൊണ്ട പോലെ കാണിച്ചോണ്ടിരിക്കുന്നത്. ടാറ്റ.